ഇപ്പോഴത്തെ ഒരു ഫോം വെച്ചിട്ട് ബ്രസീലിൻ്റെ കഴിഞ്ഞ കളികളിൽ പിന്നെ ഒരിക്കലും 1998 തോന്നുന്നു 3-0 തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മൊറോക്കോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആഫ്രിക്കൻ ചാമ്പ്യൻസാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. നമുക്ക് ചിലപ്പോൾ സങ്കടകരമാണെങ്കിലും നല്ലൊരു മത്സരമായിരിക്കും. ബ്രസീലിന് അത്ര ഈസി ആയിട്ട് ജയിച്ചു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ദിലീപ് എങ്ങനെയാണ് കാണുന്നത്? ഇതിപ്പോ ഒരാഴ്ച മുമ്പ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വളരെ ടഫായിരുന്നു എന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ മൊറോക്കോന്റെ 2 സ്റ്റാർട്ടേഴ്സ് അവര് പരിക്കായിട്ട് പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. നയഫ് അഗോഡ് അവരുടെ സെൻട്രൽ ഡിഫൻഡർ മാസേക്ക് കളിക്കണം, പിന്നെ എലാൽ സുള്ളി അവരുടെ ലെഫ്റ്റ് വിംഗർ. ഇവര് രണ്ടുപേരും പുറത്താണ്. അപ്പൊ അത് സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാവാൻ പോയിരുന്ന 2 കളിക്കാരായിരുന്നു. അപ്പൊ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ബ്രസീലിനാണെങ്കിൽ നെയ്മാർ ഒഴിച്ച് ഒരുവിധം എല്ലാവരും നല്ല ഷേപ്പിലാണെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ഞാൻ എന്റെ ശ്രദ്ധയിൽ ഏറ്റവും വരാൻ പോകുന്നത് എങ്ങനെ കാർലോ ആൻസെലോട്ടി ഇവരെ സെറ്റപ്പ് ചെയ്യുന്നത്. അതിപ്പോ എനിക്ക് ബ്രസീലിൽ അറിയണ കുറെ പേര് റിപ്പോർട്ട്സ് ഒക്കെ ഞാൻ വായിച്ചപ്പോ കണ്ട് 4-2-4 അൾട്രാ അറ്റാക്കിംഗ് ആയിട്ട് 4 ഫോർവേഡ് തിങ്കിങ് കളിക്കാർ വെച്ചിട്ടൊക്കെ ആയിരിക്കും കളിക്കാന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും 2 സിറ്റിംഗ് മിഡ്ഫീൽഡേഴ്സ്? ബ്രൂണോ ഗിമാരിഷും കാസ്മീറോ മാത്രമാണോ, അതോ ഒരു ഫാബിനിയോ വരുമോ? എവിടെ ലൂക്കസ് പക്കറ്റ കളിക്കുക? അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ട്. പക്ഷെ ബ്രസീലിനെ പറ്റി ഒരു പ്രതീക്ഷയുള്ളത് എന്താന്ന് പറഞ്ഞാൽ ലോകകപ്പ് ജയിച്ചിട്ടുള്ള എല്ലാ ടീമിനും വളരെ ശക്തമായ ഒരു സ്പൈൻ ഉണ്ടായിട്ടുണ്ട്. ഗോൾ കീപ്പർ, സെൻട്രൽ ഡിഫൻഡേഴ്സ്, സെൻട്രൽ മിഡ്ഫീൽഡ്, സ്ട്രൈക്കർ. ഇതില് ആൽസൺ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പേഴ്സ് ഒരാളാണ്. സെൻട്രൽ ഡിഫൻസിൽ അവർക്ക് PSG മാർക്കിനോസും ആർസണലിന്റെ ഗാബ്രിയലും രണ്ടുപേരും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ചതാണ്. സെൻട്രൽ മിഡ്ഫീൽഡില് ബ്രൂണോ ഗിമേഴ്സ്, കാസ്മീറോ, ഫാബിനിയോ ഒരു കാലത്ത് ലോകത്തെ തന്നെ ഏറ്റവും നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിരുന്നു. അപ്പൊ അവർക്ക് ആ പൊസിഷൻ ശരിക്കും അറിയണ കളിക്കാരാണ്. പിന്നെ മുൻനിരയില് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. ഇപ്പൊ വിനീഷ്യസ്, മറ്റേ റഫീന്യ, മറ്റേസ് കുന്യ. സെന്റർ ഫോർവേഡ് ആയിട്ട് ഈഗോ തിയാഗോ കളിക്കും ഫിസിക്കൽ പ്രസൻസിന് വേണ്ടി. പിന്നെ റയാൻ, എൻട്രിക് ഇവരൊക്കെ ബെഞ്ചിൽ നിന്ന് വരാനുണ്ട്. നെയ്മർ കളിക്കും തോന്നുന്നു ഈ കളി. അപ്പൊ അങ്ങനെ അനേക ഓപ്ഷൻസ് ഉള്ള ഒരു ടീമാണ്. ഇതില് ശരിക്കും പറഞ്ഞത് ഒരു ഗ്രൂപ്പ് ഡിസൈഡറും കൂടിയായിരിക്കും ഇല്ലേ? അതിൽ ടോപ്പിലേക്ക് വരാൻ ടോപ്പ് ചെയ്യുന്നുള്ളതെന്ന് തീരുമാനിക്കുക. അതിനകത്ത് പിന്നെ ബ്രസീലിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രസീലിൻ്റെ ശരിക്കും ഒരു പ്രൊപ്പൽഷൻ, ശരിക്കും പറഞ്ഞാൽ ഒരു എസ്കേപ്പ് വെലോസിറ്റി എത്ര ഉണ്ടെന്നുള്ളത് ഈ പിന്നെ വേൾഡ് കപ്പിലേക്ക് തോന്നിപ്പിക്കുന്ന ഒരു സാധനമായിരിക്കുമല്ലോ. അതിൽ ദിലീപ് നിൽക്കുന്നത് ശരിക്കും ബ്രസീലിൻ്റെ കൂടെയാണോ? നന്നായി തുടങ്ങിക്കഴിഞ്ഞാല് അവർക്ക് അതിനുള്ള, ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഏറ്റവും മികച്ച കളിക്കാർ വേണമെന്നില്ല ലോകകപ്പിലേക്ക്. 94-ലും 2002-ലൊക്കെ വളരെ ആവറേജ് മിഡ്ഫീൽഡ്സ് വെച്ചിട്ടാണ് ബ്രസീൽ ലോകകപ്പ് ജയിച്ചത്. അതിലും എത്രയോ നല്ല മിഡ്ഫീൽഡ് ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. ഇപ്പൊ കാക്കയ്ക്കൊന്നും 2006-ല് ജയിക്കാൻ പറ്റിയില്ല, 82-ലത്തെ ടീമിന് ജയിക്കാൻ പറ്റിയില്ല, 86-ല് ജയിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിലൊരു അർത്ഥമില്ല. ഒരു നല്ല കോച്ചും ഒരു നല്ല സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ലോകകപ്പ് ജയിക്കാൻ പറ്റും നമുക്ക്. ഈ മൊറോക്കോ ഇപ്പം 2 കളിക്കാർ ചിലപ്പോൾ ഇന്നത്തെ കളിയിൽ ഇല്ലെങ്കിലും മൊറോക്കോന്റെ സാധ്യതകൾ എത്രയുണ്ട്? മൊറോക്കോ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സ്ട്രോങ് ടീം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അവര് കോച്ചിനെ മാറ്റം ചെയ്തു. റെഗ്രിഗോയി കഴിഞ്ഞ തവണ അവരെ സെമി വരെ എത്തിച്ച കോച്ച് മാർച്ച് പോയി. ഇപ്പൊ മുഹമ്മദ് വാബി എന്ന് പറഞ്ഞ കോച്ച് അവരുടെ under-20 കോച്ചായിരുന്നു. അവരാണ് ഇപ്പോഴത്തെ under-20 ലോക ചാമ്പ്യന്മാർ. അർജന്റീന കഴിഞ്ഞ കൊല്ലം തോൽപ്പിച്ചു. അപ്പൊ ആ യൂത്ത് സിസ്റ്റത്തിൽ കൂടി വന്ന അനുഭവം ഉണ്ട്. പിന്നെ അവരുടെ സിസ്റ്റം ഇപ്പൊ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. കഴിഞ്ഞ തവണത്തെ കുറെ മികച്ച കളിക്കാരും ഉണ്ട് ഇപ്പൊ. അത് കൂടാതെ ഇപ്പൊ ബ്രയാൻ ഡിയാസ് റിയൽ മാഡ്രിഡിന് വന്ന് 14 ഗോളായി കഴിഞ്ഞു മൊറോക്കോന് വേണ്ടി. അനുഭവമുള്ള നുസൈർ മസ്രൂയി, അംറബാറ്റ്, അങ്ങനത്തെ കുറെ കളിക്കാർ. പിന്നെ ലോകത്തെ ഏറ്റവും നല്ല റൈറ്റ് ബാക്ക് അഷ്റഫ് ഹക്കീമാണ് ക്യാപ്റ്റൻ. അപ്പൊ അങ്ങനെ കുറെ കളിക്കാരുണ്ട്. പിന്നെ ചില കളിക്കാർ നമ്മൾ ഈ ലോകകപ്പിൽ മാത്രം കാണുന്നുണ്ട്. അവര് ക്ലബിന് വേണ്ടി വലുതായിട്ടൊന്നും തിളങ്ങില്ല, പക്ഷെ നാഷണൽ ടീമിന്റെ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കളിക്കാരാണ്. കഴിഞ്ഞ തവണത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ആയിരുന്നു അസദീൻ ഉനായി. അത് കഴിഞ്ഞിട്ട് മാസേ പോയി അവിടെ നിന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ജിറോണ എന്ന് പറഞ്ഞ സ്പാനിഷ് ക്ലബിന്റെ കൂടെ. പക്ഷെ മൊറോക്കോന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
കളിക്കാര്, ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ, പണ്ടത്തെ സ്റ്റീവൻ ജെറാർഡ് സ്റ്റൈലിൽ ഒരു ഓൾ ആക്ഷൻ പ്ലെയർ, അങ്ങനെ കുറെ നല്ല കളിക്കാരുണ്ടായിരുന്നു.